സൃഷ്ടാവെന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിയുവാനായിട്ട്. പാപിയായപ്പോൾ ബന്ധമില്ലായിരുന്നു, പക്ഷെ വീണ്ടെടുപ്പുകാരനായപ്പോൾ വീണ്ടും ആ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വീണ്ടും ബന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ കേൾക്കുവാൻ അവനെ കർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. അപ്പൊ യജമാനൻ കൽപ്പിക്കുന്നത് ദാസൻ ചെയ്യുന്നു. എന്നാൽ അവൻ എൻ്റെ യജമാനൻ മാത്രമല്ല, അവൻ എൻ്റെ പിതാവാണ്. പിതാവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരക്കുകയും അറിയുകയുമാണ്. ചിലപ്പോൾ കർത്താവ് പറഞ്ഞു തരും, പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അറിയും. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടം അറിയുന്നത്. കൽപ്പനയുണ്ട്, അവൻ യജമാനനായതുകൊണ്ട് കൽപ്പനയുണ്ട്. പക്ഷേ കൽപ്പന അനുസരിക്കുന്നതോടൊപ്പം കൽപ്പനയ്ക്കപ്പുറത്തെ ഇഷ്ടം ചെയ്യുന്നവനാണ് മകൻ. നമ്മൾ ഓരോരുത്തരും മകനും മകളുമാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. അതുപോരാ, അതിനപ്പുറത്ത് അവൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിയണം.